ചരാചര ചൈതന്യമേ സർവജഗത്തും നിറഞ്ഞിരിക്കുന്നൊര സർവചരാചര ചൈതന്യമേ നിത്യവുമെൻ മനതാരിൽ വിളങ്ങുവാൻ നിത്യനിരാമയ കൈതൊഴുന്നേൻ നിത്യനിരാമയ കൈതൊഴുന്നേൻ. 12ാം ശമ്പള കമ്മീഷൻ നടപടികൾ തുടങ്ങും മുമ്പ് 11ാം പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ലഭ്യമാക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സുനിൽകുമാർ ആവശ്യപ്പെട്ടു. KPPH ഉത്തരമേഖല കൺവെൻഷൻ പയ്യോളി അയനിക്കാട് പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ തിരികെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തിരികെ പിടിച്ചുകൊണ്ടുവച്ച ആ ഉത്തരവ് അത് കയ്യിൽ നിന്ന് ഊർന്നു പോയപ്പോൾ ഒരു മാസമെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒന്ന് അനുഭവിക്കാൻ നമ്മൾ അവരെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കുഴപ്പക്കാരാരാണ്? നമ്മൾ തന്നെ. 30/13 എന്ന് പറയുന്ന 16/1/13 ഉത്തരവ് നമ്മുടെ കയ്യിൽ നിന്ന് ഊർന്നു പോയി. 85/2026 എന്ന് പറയുന്ന 30/9/24 ഉത്തരവ് വന്നപ്പോൾ പക്ഷേ വെറും 20 ദിവസം 20 പ്രവൃത്തി ദിവസം കഴിയുന്നതിന് മുമ്പ് ആ ഉത്തരവ് തിരികെ കൊണ്ടുവരാൻ നമുക്കൊപ്പം നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് എല്ലാ അധ്യാപക സംഘടനകളും കൂട്ടായി പരിശ്രമിച്ചു. ക്ഷേമബത്ത കാലാനുസൃതമായി വർദ്ധിപ്പിക്കണം. അധ്യാപക സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അർഹമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുമുള്ള പോരാട്ടമാണ് സംഘടന നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK നരേന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. പഠനകേന്ദ്രം മാനേജർ KK ഗംഗാധരൻ മാസ്റ്റർ, KPPH സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി KP റംലത്ത്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KK മനോജൻ, KP വേണുഗോപാൽ, M സൈദലവി, ബിനോയ് ജോൺ, സംസ്ഥാന ഓഡിറ്റർ PV ജിഷ, ജില്ലാ സെക്രട്ടറിമാരായ NC അബ്ദുള്ളക്കുട്ടി, KNA ഷെരീഫ്, P സുചിത്ര, സജി ജോൺ, വനിതാ ഫോറം സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ EM സുബൈദ BB, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് KK ജിജി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി NVA റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രഥമാധ്യാപകന്റെ പ്രശ്നങ്ങൾ പഠിക്കുകയും നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുകയും ആയ നമ്മൾ നെഞ്ചേറ്റുന്ന നമ്മുടെ സംഘടന അതിൻ്റെ ഉത്തരമേഖലാ സമ്മേളനത്തിന് ഈ അവസരത്തിൽ കൊടിയേറുകയാണ്. തീർച്ചയായും ഈ പതാക എന്നെന്നും വാനിൽ ഉയർന്നു പറക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. സമഗ്ര ന്യൂസ് കണ്ണൂർ.